നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 28/11/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട മെത്തേഡും കൂടി പറയാം. കാറ്റഗറി നമ്പർ 454/2025. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം അവസാനമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 31 വരെ അപേക്ഷിക്കാം. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. 39,300 മുതൽ 83,000 വരെയാണ് കേട്ടോ. 83,000 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒഴിവ് വിവരങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നിട്ടുള്ളത് അപേക്ഷിക്കാനായിട്ട്. വേക്കൻസി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഏജ് ലിമിറ്റ് 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1989 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് ലഭിക്കുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ഓർത്തിരുന്നേക്കുക. ഇനി നമുക്കിതിൻ്റെ യോഗ്യത ചെക്ക് ചെയ്യാം. യോഗ്യത പറഞ്ഞത് ഡിഗ്രിയാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു BA ഗ്രാജുവേഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പറഞ്ഞ യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.